2026 വിഷു വർഷഫലം തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷു വർഷമനുസരിച്ച് കരിയറിലും സാമ്പത്തിക രംഗത്തുമൊക്കെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന കാലമാണ്. പ്രത്യേകിച്ച് ചില മാറ്റങ്ങൾ ഇവർക്ക് സന്തോഷപ്രദമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ശനിദോഷമാണെങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള സ്ഥാനം ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ്. ജാതകത്തിൽ നിങ്ങളുടെ ഹൊറോസ്കോപ്പ് അനുസരിച്ചിട്ട് ജാതകത്തിലെ വ്യാഴത്തിൻ്റെ നിലനിൽപ്പും വ്യാഴത്തിൻ്റെ പൊസിഷനും ജൂപ്പിറ്ററിൻ്റെ ഇതും മാറ്റവും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്കത് അനുകൂലപ്രദമാണെങ്കിൽ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുന്നൊരു വർഷമാണ്. കരിയറുമായിട്ട് ബന്ധപ്പെട്ട പുരോഗതി പ്രതീക്ഷിക്കാം. പുതിയ പ്രോജക്റ്റുകളൊക്കെ ഒപ്പുവയ്ക്കാനോ പുതിയ കോൺട്രാക്റ്റുകളൊക്കെ ഒപ്പുവയ്ക്കാനൊക്കെ പറ്റുന്നൊരു കാലം തന്നെയാണ്. ഉദ്യോഗലബ്ധിയോ ആഗ്രഹിക്കുന്നവർക്ക് ജോലി പുതിയത് കിട്ടാം. സ്ഥാനക്കയറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാം. ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷനൊക്കെ ഇതുവരെ കിട്ടാതിരുന്നവർക്ക്, തടഞ്ഞു വെച്ചിരുന്നവർക്ക് പ്രൊമോഷൻസിനൊക്കെ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. വിദേശത്ത് പോകാനോ വിദേശ ജോലി ആഗ്രഹിക്കുന്നവരോ വിദേശത്ത് ജോലി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നവർക്കും ഒക്കെ ഇപ്പോൾ വിദേശത്ത് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനൊക്കെ സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ നല്ല ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതിയൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. ഇതുവരെ സാമ്പത്തിക കാര്യം വളരെ മോശമായിരുന്നവർക്ക് നല്ലൊരു രീതിയിൽ തന്നെ സാമ്പത്തിക രംഗമൊക്കെ ഉഷാറായിട്ട് വരുന്നതാണ്. പുനരാരംഭിക്കാനുള്ള പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങി വയ്ക്കും. നേരത്തെ തുടങ്ങിയിട്ട് തടസ്സം നിന്നതും ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കാനായിട്ട് അവസരം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ നേരത്തെ കടം കൊടുത്തിരുന്ന പണം തിരികെ ലഭിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ അത് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അവർ തരാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയാൽ കിട്ടാനുള്ള പണത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും വലിയ തുകകളൊക്കെ എവിടെന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ഉള്ള ഒരു അനുകൂലമായ വർഷം തന്നെയാണ്. ചിലവുകൾ ധാരാളമായിട്ട് അധികരിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഇതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരുപാട് സാമ്പത്തിക ചെലവുകൾ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട് ഈ ഒരു വർഷം. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യവും സന്തോഷമൊക്കെ നിലനിൽക്കുന്നതാണ്. എന്നാലും സാമ്പത്തിക ചെലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. സന്താനങ്ങളുടെ പഠനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പണമൊക്കെ ചെലവഴിക്കേണ്ടതായിട്ട്, ഉന്നത പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ചെലവഴിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ ഒരു നല്ല രീതിയിൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർന്ന വിജയമൊക്കെ കരസ്ഥമാക്കാനുള്ള അനുകൂലമായൊരു വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിജയം പ്രതീക്ഷിക്കാം. 2027 മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി നിങ്ങൾ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിഷുവർഷ അവസാനത്തോടു കൂടി പരിഹാരമായിട്ട് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിന് ശിവക്ഷേത്രത്തിൽ കൂവളമാല അർച്ചന, അതുപോലെ തന്നെ പക്കപ്പിറന്നാളിൽ ക്ഷീരധാര അല്ലെങ്കിൽ ജലധാരയെങ്കിലും നടത്തുന്നതും പിൻവിളക്ക് നെയ്വിളക്ക് പിൻവിളക്കായിട്ട് അർപ്പിക്കുന്നതുമൊക്കെ ദോഷഫലങ്ങൾ കുറയുന്നതിന് നല്ലതാണ്. ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ദിവസവും 1008 ജപിക്കുന്നത് കൂടുതൽ ഗുണങ്ങൾ നൽകുന്നതാണ്.